ഹായ്, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക. ആ ഗ്രൂപ്പിൽ കൂടെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്ന ഒരു കുൽസിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സെട്ടി ജിനു. അപ്പോൾ സെട്ടി ജിനുവിന് അതിൻ്റെ ഡെപ്ത് അറിയത്തില്ല. എനിവേ, അയാളത് കണ്ടിന്യൂ ചെയ്യട്ടെ. പക്ഷേ ഞാൻ ദുബായിലുള്ള കുറച്ച് മനുഷ്യരുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി അത് നോർക്കയുടെ ടീമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിവേ, അവർ വിൽ ഡൂ ദ നീഡ്ഫുൾ. ഒരു സ്ത്രീയെ അവഹേളിക്കുവാനും, അവഹേളനം എന്ന് പറഞ്ഞാൽ നിസ്സാര അവഹേളനമല്ലോ കേട്ടോ, അവളുടെ തുണിയില്ലാത്ത പിക്ചറുണ്ടെന്ന് അവകാശപ്പെടുന്നവനെ വെച്ച് അഡ്മിനാക്കി അവനെ വെച്ച് കൊണ്ട് കുറേ പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് ദുബായ് ഓറിയൻറ്റഡായി നടത്തുന്ന ഈ ഒരു സംഗതിയെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ വീഡിയോ. നമുക്ക് ആദ്യം ആ പെണ്ണുമ്പിളിയുടെ നമ്പർ ഒന്ന് പറയാം. അതായത് അവർക്ക് ഈ അറേബ്യൻ കോർ എനർജി അങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിന്ന് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നമ്പറാണ് വിചിത്രം വിജിംപ്രചനം. ഏതായാലും ഞാൻ ആ നമ്പറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് പറയാം. ബാക്കി നമുക്ക് കാലക്രമേണ പറയാം. കൃത്യമായ നമ്പർ വേണമെന്നുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ആ നമ്പർ 715 എന്ന് വെച്ചാൽ 715. ഇവിടെ ആവുമ്പോഴത്തേക്കാണ് ഈ 715 വരുന്നത്. അങ്ങ് സുഫായി ആവുമ്പം 05 തൊട്ട് തുടങ്ങും. 054 0054 054 054. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ആദ്യത്തെ 3 നമ്പർ 054. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ 727. എന്ത് മനസ്സിലായി? ചേർത്ത് നോക്ക് എത്ര നമ്പരായെന്ന്. അടുത്ത നമ്പരാണ് 94. പിന്നൊരു 5, പിന്നൊരു 0. ആകെ മൊത്തം എത്ര നമ്പറായി? മാളെ ദൂങ്ങിയ വഴി പുല്ല് കാണത്തില്ല കേട്ടോ. ഏതായാലും ഈ നമ്പറിൻ്റെ മേലെ അന്വേഷണങ്ങൾ ഏർപ്പാടാക്കാനായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞ കുൽസിതം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഇതില്ല പിഴച്ച പെണ്ണുമുള്ള പറയുന്നതാണ്. ഉന്തു പിഴച്ച പെണ്ണുമ്പുള്ളക്ക് ഭ്രാന്തളവി എന്തൊക്കെ പറയുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഈ കേസ് എടുക്കാം. അതിനെ ഒതുക്കാനുള്ള ഏറ്റവും വലിയ സാധനമാണ് ജംഷീറിന്റെ കയ്യിൽ. അതിന്റെ പല പല പോസിലുള്ള പിക്ചേഴ്സ് ഉണ്ട്. അത് തള്ളയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് തള്ള പറയുന്നത്. ഇനി നിങ്ങളതെല്ലാം കാണും. കാരണം അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് റസീനയെ എൻ്റെ വീട്ടിലോട്ട്. അല്ലടി മോളെ, എൻ്റെ തള്ള ആണ് ഞാൻ എന്ന് പറയാൻ എൻ്റെ വാപ്പ വന്ന് നിൻ്റെ ഉമ്മായ പണിത അങ്ങനെ വല്ലോ നിൻ്റെ ഉമ്മച്ചി പറഞ്ഞ? നാട്ടിലുള്ള പഞ്ചായത്ത് കിണറാണെന്നറിയാം നിൻ്റെ മമ്മി. പക്ഷേ എൻ്റെ വാപ്പ അങ്ങനെ ഒരാളല്ലായിരുന്നടി. പണിത് കാണുമല്ലേ? അതായത് താത്താന്റെ എല്ലാ ഇങ്ങനത്തെ ഫോട്ടോസും റസീന എടുത്തിരിക്കുന്നതാണ് കേസ്. ഓക്കെ, താത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസീനയുടെ ഫോണുകൾ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. പോലീസ് അത് റിട്രീവ് ചെയ്യും. അതിലെങ്ങാണ്ട് ഇങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടോ എന്നുള്ളത് പോലീസിന് നോക്കാമല്ലോ. താത്താന്റെ ഫോട്ടോസ് സെൽഫി രൂപത്തിലുള്ള പല ഫോട്ടോസുമാണ് ജംഷീറിന്റെ കയ്യിലുള്ളത്. എന്തായാലും റസീനക്ക് സെൽഫി എടുക്കാൻ പറ്റൂലല്ലോ. അത് താത്താക്കല്ലേ പറ്റുള്ളൂ. അത് താത്താടതാണ് എന്നങ്ങ് ഉറപ്പിക്കാൻ മോളാണോ കണ്ടത് ഞാൻ സെൽഫി രൂപത്തിൽ അത് എടുക്കുന്നത്? എടി, അവൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് അവൻ്റെ പെണ്ണുമ്പിളയുടെ ഫോട്ടോസാണ്. ജംഷീർ എന്ന് പറയുന്ന രണ്ടും കെട്ട പഞ്ചായത്ത് കിണറിൻ്റെ മോൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഒന്നുകിൽ അവൻ്റെ ഉമ്മാടേതായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ പെണ്ണുപിള്ളയുടേതായിരിക്കും. അത് എൻ്റെതാണെന്ന് നിനക്കെങ്ങനെ അറിയാം? പിന്നെ എൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടെന്ന് അവകാശവാദം പറഞ്ഞത് ഈ പ്രസ്തുത പെണ്ണ. ഫോൺ എന്തായാലും പോലീസ് കൊണ്ടുപോകും, അത് ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു കാര്യം ഞാനല്ല പറഞ്ഞത്. എൻ്റെ അടുത്തോണ്ട് പോയേ നീ ഇതായിരിക്കുമേ എന്നല്ല പറഞ്ഞത്. ഞാൻ എടുത്തിട്ടുണ്ട്, കാണണോ എന്ന് ചോദിച്ചത് കടാപ്പുറത്തെ കുഞ്ഞമ്മയാന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞമ്മ അക്കാര്യം പോലീസിനോട് വന്ന് പറയണം. കുഞ്ഞമ്മ, ഞാൻ ഇപ്പോൾ എടുക്കണ ഫോട്ടോ എടുത്താ, ഞാൻ കിടക്കണ ഫോട്ടോ എടുത്താ, ഞാൻ തൂറണ ഫോട്ടോ എടുത്താ എന്നൊക്കെ. നീ എന്തിനാണ് കുണുങ്ങണത്? ഇത്തരം ഒരു ഇമ്മോറൽ സാധനത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് കയറി കുത്തി. ഇതിൻ്റെ വോയിസ് തന്നെയല്ലേ? ഇത് നിൻ്റെ വോയിസ് തന്നെയല്ലേ? ഈ നമ്പർ നിൻ്റെ തന്നെയല്ലേ?
കമ്പനി അറേബ്യൻ കോർ എനർജി. ആ കമ്പനി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഞാൻ നിങ്ങളുടെ ഫുള്ള് ഡീറ്റെയിൽസ് എടുക്കുക തന്നെ ചെയ്യും. ദുബായ് 22 വർഷത്തെ എൻ്റെ പ്രവാസമാണ് ദുബായ്. നീ നമ്പർ എടുക്കാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ ആളെ തൂക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. എനിവേ അതൊക്കെ നമ്മുടെ കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്നാലും ഞാൻ പൊതുസമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആരുടെയും തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ആരുമില്ല. അത്തരത്തിലുള്ള ഗുൽസിത കശ്മലങ്ങളൊന്നുമില്ല. നമുക്ക് മുന്തുവിൻ്റെ ഇത് കേൾക്കാം. ആരാ മുന്തുവിൻ്റെ ഇത് കേട്ടിട്ടില്ലേ? അതാണ് ഇതിലെ ഏറ്റവും ലാസ്റ്റ് കോമഡി അതാണ്. മുന്തു അവർ ചെയ്യാൻ പോകുന്നത് അങ്ങേയറ്റം ആളുകൾക്ക് അനോണിമസ് ആയിട്ടുള്ള നമ്പറിൽ നിന്ന് പ്രണയപരവശമായിട്ടുള്ള ചാറ്റുകൾ വരും. എന്നിട്ട് അതിന് ആരെങ്കിലും അതിൽ കൊത്തിയാണെന്നുണ്ടെങ്കിൽ ആ ചാറ്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് പബ്ലിക്കിലെ ഇട്ടിട്ട് നാറ്റും. പിന്നെ ഈ വ്യക്തി ആരാണെന്ന് അത്യാവശ്യം കണ്ടുപിടിച്ചിട്ട് ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് കണ്ടുപിടിക്കുന്ന. ഇതൊന്നും അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കും. ഒരു CPM കാരൻ ഇവളുടെ കയ്യിലുണ്ട്. ആ CPM കാരനാണ് എവിടെയുള്ള ഈ കേരളത്തിനകത്ത്. ഈ CPM കാരൻ ആരാണെന്നറിയാം? അജിത്ത് എന്നാ പേര്. മുന്തുവിനെ വിത്തുകാളയായിട്ട് വേണമെന്ന് ഡിമാൻഡ് ചെയ്ത അജിത്ത്. അദ്ദേഹം ഒരു അതായത് കുടുംബസ്ഥനാണ്. 2 പെൺമക്കളുടെ അച്ഛൻ. ഒരു പാവം സ്ത്രീയാണ് ഭാര്യ. പാവമൊന്നുമില്ല, പഞ്ചപാവം. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു, കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞങ്ങൾ ഒരേ കമ്മ്യൂണിസം, അതായത് ഞങ്ങൾ ഒരേ രാഷ്ട്രീയക്കാരാണ്, ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. എൻ്റെ ക്ലബ് ഹൗസിലെ മോഡറേറ്ററാണ്. പുള്ളിയെ ഇവളൊന്ന് ട്രൈ ചെയ്തു, പുള്ളി വീണില്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെയാണ് പെൺപിള്ളേരെ ട്രാപ്പിലാക്കുന്നതെന്ന് ചുരുക്കം. എനിക്കിങ്ങനെ ഒരു പെണ്ണിനെയും പ്രേമം അഭിനയിച്ചൊന്നും കൂടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ടീം അംഗങ്ങളൊന്നും എൻ്റെ ഇല്ല. എനിക്ക് കൂട്ടുകാരായിട്ട് അധികമുള്ള സ്ത്രീകളാണ്. എന്തായാലും അവരൊന്നും ഇതുപോലത്തെ ഒരു ലെവലില്ല. പിന്നെ നീയൊക്കെ പറയുന്നതാണ് കുറച്ച് പ്രായം തികഞ്ഞ ആൾക്കാർ, അവർക്കൊന്നും ഇതുപോലെ കൊച്ചു പെൺപിള്ളേരെ കാണുമ്പോഴത്തേക്ക് സാമാനം പൊങ്ങിയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഒരു പ്രണയം അതിനകത്ത് നടക്കുന്നുണ്ട്. രമ്യ മോളെ, രമ്യക്ക് മുരിയണ്ടിയെ കാണാതെ ഇരിപ്പ് വരുന്നില്ലല്ലേ? ഒടിഞ്ഞ് വണ്ടി മുറിഞ്ഞതാണ് താല്പര്യം. എല്ലിയോടി രമ്യാച്ചി എല്ലാം കിടക്കും, കവച്ചു കിടക്കും, കാര്യങ്ങളും ഒക്കെ പ്രോഗ്രാമാക്കും. എന്നിട്ട് പറയും ലവ് ജിഹാദ്. ആ പഴം വിഴുങ്ങിയെ തന്നെ വേണം അല്ലേടി? പല്ല് കൊണ്ട് നിന്റെ മുഖം മുറിയുമല്ലടി. മര്യാദക്കൊരു ചുമ്മ പോലും കിട്ടൂലല്ലടി. ഏത് ആളുകളുടെയും വോട്ടേഴ്സ് ലിസ്റ്റ് ഇയാളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏത് ജില്ലക്കാരൻ്റെ ആണെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ കുടുംബം, അഡ്രസ്സ്, ജോലി, കാര്യങ്ങൾ ഫുള്ള്, എന്നിട്ട് അതിനടുത്തുള്ള ആളുകൾ, പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, ഇതൊക്കെ എടുത്തിട്ട് അവരുടെ കുടുംബ കാര്യങ്ങൾ എടുക്കുക. ഇതെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടും. അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതിൽ പറയുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. എന്നിട്ട് ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ വഴി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാൻ പണം ആവശ്യപ്പെടും. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ലീലാവിലാസങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാത്ത ആരുടെയെങ്കിലും ഒക്കെ കോള് വന്നാലോ ചാറ്റ് വന്നാലോ വളരെ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതിനപ്പുറം ഈ ഫോൺ നമ്പർ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഈ തെരത്താത്തയ്ക്കും കൂട്ടർക്കും ഒന്നും ചെയ്യാനില്ല. നമ്മൾ സ്ട്രൈറ്റ് ആണെങ്കിൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ സ്ട്രെയിറ്റ് അല്ലെങ്കിലാണ് പണി വാങ്ങിക്കുക. അതും 8ൻ്റെ പണി. എന്തോരി 8ൻ്റെ പണി. എന്നെ കൊല്ലാനെങ്ങാണ്ട നീ അതിനകത്ത് പ്ലാൻ ഇടുന്നുണ്ടല്ലടിയേ, അതെന്തുവാണത്? ഒരാളെ കൊല്ലാനായിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ആഹ്വാനം കൊടുക്കുകയാണ്. അതിന് കൂട്ട് നിൽക്കുകയാണ് ചട്ടി ചിന്നു. കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ വന്ന് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, നടക്കട്ടെ. ഇനി ഇല്ല എന്ന് പറയത്തില്ല, തെളിവുകൾ ഇല്ല എന്ന് പറയത്തില്ലല്ലോ. നമ്മളെ എന്തൊക്കെയോ യൂട്യൂബിൽ കൂടെ അവർ പറഞ്ഞു, നമ്മളും യൂട്യൂബിൽ കൂടെ തിരിച്ചു പറഞ്ഞു. പ്രശ്നം അവിടം വരെ അല്ലല്ലോ. അല്ലടാ, ഈ പെണ്ണ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിനക്കറിയത്തില്ലേ ഇതുപോലുള്ള ചൊറി മുണിയാണ്ടികളെ ചേർക്കാൻ പാടില്ലെന്ന്? ഇവന്മാർക്ക് പെണ്ണെന്ന് എഴുതി കാണിച്ചാലേ ചാമാനം പൊങ്ങും. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിൽ സാധനം പൊങ്ങും. എന്നിട്ട് പിന്നെ അവർക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കും. രമ്യ കണ്ടില്ലേ തുള്ളി നിൽക്കുന്നത്? രമ്യയ്ക്ക് അത്യാവശ്യം തുള്ളലുള്ളത് കൊണ്ട് തന്നെ രമ്യയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. വേണമെന്നുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം തുള്ളി ഇളകി നിൽക്കുന്ന അത്യാവശ്യം ആവശ്യക്കാർക്ക് ഉപകരിക്കാനുള്ള ഒരു സാധനമാണ്. ആ പ്രൈവറ്റ് ചോദിച്ചാൽ ഞാൻ നമ്പർ തരാം. എന്തായാലും 99 ഒക്കെ തന്നെയാണ് തുടക്കം. പിന്നെ 4, 6 ഒക്കെയാണ് പിന്നെ ഉള്ളത്. പിന്നൊരു 8, പിന്നൊരു 1,
പിന്നൊരു 0, പിന്നൊരു 3, പിന്നൊരു 4. ഇങ്ങനെയാണ് നമ്പർ. എന്തെങ്കിലും ആവട്ടെ. 9, 8, 5, 6, 8 പെട്ടെ തുള്ളി തികഞ്ഞങ്ങനെ നിൽക്കുകയാണ്. മാദകത്വം തികഞ്ഞടുകയാണ്. അടുകയാണ്. ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ? അതിനകത്തുള്ള പെണ്ണുങ്ങൾക്കും ഒരു ഇളക്കമാണ്, അതിനകത്തുള്ള അവന്മാർക്കും ഒരു ഇളക്കമാണ്. നമുക്ക് സാധിക്കാത്തത് മറ്റൊരാൾ സാധിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം നിരാശ, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയും. ഇംഗ്ലീഷ് പിന്നെ മലയാളം എന്താണെന്ന് വെച്ചാൽ ഏതായാലും കൊള്ളാം, സൂപ്പർ ഗ്രൂപ്പ്. ഇനി വേറൊരുത്തി ഇന്നലെ വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്പരൊന്നും പറയാൻ നിവർത്തിയില്ല, ബിക്കോസ് അത് കേസിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് തന്നെ അത് ഫോർമലായി ഇൻഫോർമേഷൻ കൊടുക്കുമെന്നാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് ആ പേരും ആ ഡീറ്റെയിലും വിവരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കേസാകുമ്പോൾ ഞാൻ FIR നമ്പർ കൊണ്ടിട്ട് തരാം. ജഡ്ജിക്കെതിരെ ഞാൻ അടുത്ത് അവിടെ തന്നെ ഒരു പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പോലും പ്രശ്നമില്ലാത്തൊരു പറയും. പ്രധാനമന്ത്രി ജനപ്രതിനിധിയാ, ജഡ്ജി ജനപ്രതിനിധിയല്ല. പ്രധാനമന്ത്രിയെക്കാട്ടിയും പവർഫുൾ ആളാണ് മജിസ്ട്രേറ്റ് ജഡ്ജി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ലാ അറിയത്തില്ല, കോമൺ സെൻസ് ഇല്ല, പൊതുസമൂഹമായിട്ട് ഇടപെടലുകളില്ല, ഒന്നുമില്ല. ഗൂട്ടിക്കെടുപ്പ് ഗണി ട്രാപ്പ് മാത്രമുള്ളവളുമാരുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഗതിയെ. ഊഞ്ഞാല ഊഞ്ഞാല മുന്താസേനീ ഊമ്പിയല്ലോ, ആ മുന്താസേനീ ഊമ്പിക്കല്ലേ. ടാറ്റാ.